ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോട് നാം പറ്റിച്ചേരാനാണ് നോമ്പ് നോക്കുന്നത്. നമ്മൾ നോമ്പ് കാലത്ത് വിനയവും സൗമ്യതയും പാലിക്കണം. നാം അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തിൻ്റെ വലിയ കൽപ്പനയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഉപമയാണ് യേശു ക്രിസ്തു വിധവയും ന്യായാധിപനെയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിധവ ന്യായാധിപൻ്റെ മുമ്പിൽ എത്തിയത്, അവൻ എന്നെ രക്ഷിക്കും, അതിൽ അവൾ സംശയിച്ചില്ല. അത് ന്യായാധിപനും മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുത്തു. നാം പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. ദൈവത്തെ നമ്മൾ മാനിക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളോട് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനാണ് പറയുന്നത്. ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം താമസിച്ചു പോയാലും മടുത്തിരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവ മറുപടി അയക്കും. പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത് ഒരു ഉപമയാണ് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും. പരീശൻ സ്വയം നീതീകരിച്ച് അവരനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരനോ മാറത്തടിച്ച് തൻ്റെ പാവം ഏറ്റുപറഞ്ഞ് അനുതാപത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവൻ ആയി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. നാം ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമ്മിലുള്ള സ്വാർത്ഥത വെടിഞ്ഞ് നോമ്പ് കാലത്തെ പ്രാർത്ഥന ആബേലിൻ്റെ യാഗം പോലെ ആയിരിക്കണം. തൻ്റെ മനസ്സ് നിറഞ്ഞ് കൊടുത്തുമ്പോൾ ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചു. നാം നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്നുള്ള മനോഭാവം മാറ്റുമ്പോൾ, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഭാവം നമ്മളിൽ ആകട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവമാണ്. ഈ നോമ്പ് കാലം നമ്മളും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇത് നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.